my 2025 was like this, I'm so happy, I achieved this one and that one. അങ്ങനെ പല വീഡിയോസും കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളിൽ പലരും. ഇനി എൻ്റെ 2025 ഡാർക്ക് റിയാലിറ്റി ചെക്ക് ഒന്ന് കാണാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നേടില്ല എന്ന് പറഞ്ഞൊരു കാര്യം നേടിയ ഒരു വർഷമാണ് 2025. എന്നാൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ നിധി പോലെ കൊണ്ടു നടക്കുന്ന ഒരാളിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞൊരു വർഷമാണ് 2025. ഞാൻ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചൊരു വർഷമായിരുന്നു 2025. എന്നാൽ എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് തന്നെ എൻ്റെ ഇന്ന് അതിലിരട്ടി പൈസ നഷ്ടപ്പെട്ട ഒരു വർഷം കൂടിയാണ് 2025. ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തൊരു വർഷമായിരുന്നു 2025. എന്നാൽ ഡിപ്രഷനും ആൻസൈറ്റിയും കൊണ്ട് നെഞ്ചൊക്കെ അടഞ്ഞു പോകുന്നൊരവസ്ഥയല്ലേ, ആ അവസ്ഥയിലൂടെ കടന്നുപോയതും 2025 എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും, എനിക്ക് എന്താണോ ഇഷ്ടം അത് വാങ്ങിയൊരു വർഷമായിരുന്നു 2025. എന്നാൽ എന്തൊക്കെ വാങ്ങിയിട്ടും ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും എത്ര ആൾക്കാരോട് സംസാരിച്ചിട്ടും ഒട്ടും മനസ്സമാധാനം കിട്ടാത്ത പല രാത്രികളും അനുഭവിക്കേണ്ടി വന്ന വർഷവും കൂടിയാണ് 2025. ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും, എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഫേസ് കണ്ടൊരു വർഷമാണ് 2025. എന്നാൽ ഞാൻ പൊട്ടയാണെന്ന് വിചാരിച്ച പല ആൾക്കാരുടെയും നല്ല മുഖം കാണിച്ചു തന്ന് തിരിച്ചറിവ് നൽകിയതും 2025. എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ സ്റ്റുഡൻസിന്റെ, അതായത് എന്റെ മക്കളുടെ കോംപ്ലിമെന്റ്സ് കിട്ടിയതും അവരുടെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സ് കിട്ടിയതും അവരുടെ ലവ് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റിയതും 2025 പക്ഷെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഏറ്റവും കൂടുതൽ ലോൺലിനെസ് ഫീൽ ചെയ്തതും 2025 2025 wasn't easy for me, but I think it was necessary to realize what will be an anxiety or depression, mental trauma look like, and how you can understand who is real or fake. I hope 2026 will be more softer, kinder than 2025. So goodbye 2025.